സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ SSCRT സിലബസ് പ്രകാരം 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററിന്റെ പേര് നമ്മുടെ ഭരണഘടന. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് നോട്ട് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ രാജ്യം വർണ്ണാഭമായ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. 65ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയുടെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിൽ നടന്ന പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പത്രവാർത്തയും ചിത്രങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ന്യൂഡൽഹി. എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി 26. ജനുവരി 26 എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. 1950 ജനുവരി മാസം 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. റിപ്പബ്ലിക് ദിനം ജനുവരി 26, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി. അപ്പൊ ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യ എന്തായിട്ട് മാറിയത്? റിപ്പബ്ലിക്കായിട്ട് മാറിയത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്നാൽ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ആരായിട്ട് മാറുന്നു? രാഷ്ട്രത്തലവനായിട്ട് മാറുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഈ സെന്റൻസ് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ അപ്പോൾ ആരാണ്? പ്രസിഡന്റ് ആണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത് എന്ന് തന്നിരിക്കുന്നു. ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ, അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ, ഭേദഗതികൾ. ഇതിൽ 2013 വരെയുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. 2013 വരെ 395 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 98 ഭേദഗതികളാണ് ഉണ്ടായിരുന്നത് മെയ് 2013 വരെ. ഇപ്പോൾ നമുക്ക് എത്ര ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എത്ര അനുച്ഛേദങ്ങളാണുള്ളത്? 448 അനുച്ഛേദങ്ങളാണുള്ളത്. അതുപോലെ 12 പട്ടികകൾ, 25 ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന. എന്തൊക്കെയാണ് അടങ്ങുന്നത്? ആശയങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എന്തിൽ നിന്നുമാണ്? ഭരണഘടനയിൽ നിന്നുമാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? എന്തിലൂടെയാണ്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്നത്.
എത്ര വർഷം? 2 വർഷം 11 മാസം 17 ദിവസവും എടുത്തു നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. ജനാധിപത്യ രാജ്യങ്ങളിൽ ആരുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും? ജനങ്ങളുടേതാണ്. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിന് ആദ്യം എന്താണ് ചെയ്തത്? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം എന്നായിരുന്നു 1946 ഡിസംബർ 9. ഡേറ്റും ഓർത്തു വെക്കണം, ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേർന്നത് 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം ആരംഭിച്ചത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. BR അംബേദ്കറിന്റെ ചിത്രം ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കരട് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 ഈ ദിനം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതാണ് 1949 നവംബർ 26. ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി. ഇന്ന് മുതൽ 1950 ജനുവരി 26 മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി.
ഈ ഒരു ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്, ഡേറ്റുകളും മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ. ഭരണഘടനയുടെ ആമുഖമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം. ഇതില് ഈ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഇതേ സെയിം ഓർഡറിൽ പഠിച്ചിരിക്കണം. സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണ്? വർഷവും ഡേറ്റും 1949 നവംബർ 26. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിന്റെ ആമുഖം. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖമെന്ന് പറയാം. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളാണ് പറയുന്നത്. പരമാധികാരം, സ്ഥിതി സമത്വം, ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്. പരമാധികാരം. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. സ്ഥിതി സമത്വം. ജനാധിപത്യം. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. മതേതരത്വം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. പാർലമെന്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ 8 സവിശേഷതകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെല്ലാം പഠിക്കണം. പാർലമെന്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇനി പാർലമെന്ററി സമ്പ്രദായം എന്താണ് എന്നതാണ് നോക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം? രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നു. രാജ്യഭരണത്തിനു വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി സമ്പ്രദായം. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം എന്താണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണം. നിയമനിർമ്മാണം ആരുടെ ചുമതലയാണ്? പാർലമെന്റിന്റെ ചുമതലയാണ് നിയമനിർമ്മാണം. ഇന്ത്യൻ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിലാണ് പാർലമെന്റ്. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാന തലങ്ങളിലാണ് സംസ്ഥാന നിയമസഭകൾ. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ്. അവ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഈ മൗലിക അവകാശങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ജനാധിപത്യത്തിന്റെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പൗരന്റെ മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ പൗരന് എവിടെയാണ് സമീപിക്കാൻ പറ്റുന്നത്? ഹൈക്കോടതികളെ സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. ഇവിടെ താഴൊരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു ലോഗോയാണ്. വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷ അഭിയാൻ, സർവരും പഠിക്കുക, സർവരും വളരുക. സർവശിക്ഷ അഭിയാന്റെ ലോഗോയാണ് തന്നിരിക്കുന്നത്. സർവരും പഠിക്കുക, സർവരും വളരുക, വിദ്യാഭ്യാസ അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. 6 മുതൽ എത്ര വയസ്സ് വരെയാണ്? 14 വയസ്സ് വരെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാണ്, മൗലികാവകാശമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അനുച്ഛേദം ഏതാണ്? 21A ആണ്. 21A പ്രധാനപ്പെട്ടതാണ്, എല്ലാ പരീക്ഷിക്കുന്ന പോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അനുച്ഛേദം 21A. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒന്നായ സർവശിക്ഷ അഭിയാന്റെ ലോഗോയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായിട്ട് നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയുടെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കുവാനും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. താഴെ കൊടുത്തിരിക്കുന്ന വാർത്താ കൊളാഷ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം. വരയാടുകളെ സംരക്ഷിക്കാൻ ദേശീയ ഉദ്യാനം, പ്രത്യേക ദേശീയോദ്യാനം. സാമ്പത്തിക സാമൂഹിക പിന്നോക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്. പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. ഈ വാർത്താ കൊളാഷ് വിശകലനം ചെയ്താൽ കണ്ടെത്താവുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ്: സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. രാജ്യത്തെ വനങ്ങളുടെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പം നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് നിർദ്ദേശക തത്വങ്ങൾ. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്? നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാലും നമുക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയൊക്കെ സമീപിക്കാവുന്നതാണ് എന്ന്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ടൊക്കെ ഇത് തരുന്നതാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല. ഗവൺമെന്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കുന്നത്. അപ്പം നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നത് ഗവൺമെന്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല. അടുത്തത് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എന്താണ് ഇതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോട് കൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം നിയമവാഴ്ച
ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷ്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അടുത്തത് സംയുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. ഇവിടെ തന്നിരിക്കുന്നു ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കി. ന്യൂഡൽഹി. ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസാക്കി. സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. ഈ വാർത്ത ശ്രദ്ധിച്ചല്ലോ. 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് നിയമമായ വർഷം ഏതാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇത് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സംയുക്ത ഭരണ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എന്താണ്? കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾ ഇവ അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഈ സംയുക്ത ഭരണ വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ അധികാരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ട് സംയോജിപ്പിച്ച് ചെയ്യുന്നു. ഇതെന്താണ്? സംയുക്ത ഭരണ വ്യവസ്ഥ. സംയുക്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായത്ത ഭരണ വ്യവസ്ഥ, യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. കേന്ദ്ര ഗവൺമെന്റിൽ മാത്രമാണെങ്കിൽ അതിനെ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. അടുത്തത് എഴുതപ്പെട്ട ഭരണഘടന, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്ത ഭരണഘടന ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല എന്താണ്? കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ്. ഭരണകൂടത്തിന്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിലാണ് നീതിന്യായ വിഭാഗം. സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. അപ്പൊ ഭരണഘടനയുടെ മറ്റ് രണ്ട് വിഭാഗങ്ങളാണ് എന്തൊക്കെ? നിയമനിർമ്മാണ സഭയും അതുപോലെ കാര്യനിർവഹണ സഭയും. അപ്പൊ ഈ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്.
ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. ചുവടെ ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി ശ്രദ്ധിക്കുക. അധികാര ശ്രേണി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അതിനു മുമ്പ് ഇത് നോക്കാം. ഏറ്റവും മീതെ തന്നിരിക്കുന്ന എന്താണ്? സുപ്രീം കോടതി. അതിന് താഴെയായിട്ട് ഹൈക്കോടതി, ഹൈക്കോടതിയുടെ താഴെയായിട്ട് ജില്ലാ കോടതി, ജില്ലാ കോടതിയുടെ താഴെയായിട്ട് സബ് കോടതി, സബ് കോടതിയുടെ താഴെയായിട്ട് രണ്ടായിട്ട് എന്താണ്? ഒന്ന് മുൻസിഫ് കോടതിയും രണ്ടാമത്തേത് മജിസ്ട്രേറ്റ് കോടതിയും. മുൻസിഫ് കോടതിയിലെ സിവിൽ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും മീതെ ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ താഴെയാണ് ഹൈക്കോടതി വരുന്നത്. ഹൈക്കോടതിക്ക് താഴെ ജില്ലാ കോടതി, ജില്ലാ കോടതിക്കും താഴെ സബ് കോടതി, സബ് കോടതിക്കും താഴെയാണ് മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും വരുന്നത്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതി. കേരളത്തിലെ ഹൈക്കോടതി എവിടെയാണ്? എറണാകുളത്താണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതിയാണ്. മുൻസിഫ് കോടതിയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി. മജിസ്ട്രേറ്റ് കോടതി. അതുപോലെ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏത് എന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കണം. പരമോന്നത നീതിപീഠം സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ഇനി ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള വ്യവസ്ഥ മൗലിക അവകാശത്തിന്റെ ഭാഗമാക്കി. ഇതൊരു അമെൻഡ്മെന്റ് ആണ്. പത്രവാർത്ത വായിച്ചല്ലോ. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആയിരുന്നില്ല. ഇത് അങ്ങനെയായിരുന്നില്ലെന്നും പിന്നീട് മൗലികാവകാശമാക്കിയതാണെന്നും നാം നേരത്തെ പഠിച്ചുവല്ലോ. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പരാമർശം ഭരണഘടനയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത്. ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത് 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടന ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നു. അപ്പോൾ ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് ആർക്കാണ് അധികാരം? പാർലമെന്റിനാണ് അധികാരമുള്ളത്. അപ്പോൾ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിന്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാനായിട്ട് കഴിയില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റുവാൻ കഴിയില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്നു. എന്നാൽ പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശം അല്ലാതായി. അപ്പോൾ സ്വത്തവകാശം ഏറ്റവും ആദ്യം എന്തായിരുന്നു? മൗലികാവകാശമായിരുന്നു. ഇപ്പോൾ അത് നിയമാവകാശമാണ്. നിയമാവകാശം. അപ്പോൾ സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നിയമാവകാശമായിട്ട് മാറിയത് സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓർത്തു വയ്ക്കണം. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും
സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടന അനുസരിച്ച് ജീവിക്കാനും ഭരണഘടന കാത്തുസൂക്ഷിക്കുവാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം വായിച്ചിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിക്കുക. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. യൂസ്ഫുൾ ആയിരിക്കും. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. നോട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പം ചിലവാക്കുന്ന ഈ സമയം വെറുതെ വേസ്റ്റായിപ്പോൾ. അപ്പോൾ മാക്സിമം നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ താഴെ നമുക്ക് നോക്കാം സംഗ്രഹം. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങളുടെയും തത്വങ്ങളുടെയും സംഹിതയാണ് ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ ലോകരാജ്യങ്ങളിലുണ്ട്. നമ്മൾ അതിന് എക്സാമ്പിൾസ് നോക്കിയതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഭരണഘടന വിശദീകരിക്കുന്നു. ഭരണഘടനയിൽ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമാണ് ഭേദഗതികൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് മനസ്സിലായവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. തന്നിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. റൈറ്റ് സൈഡിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഭരണഘടനയുടെ ആമുഖം എഴുതി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതി. BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതി. കൂടുതൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.